أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كتب عليكم إذا حضر أحدكم الموت إن ترك خيرا الوصية للوالدين والأقربين بالمعروف حقا على المتقين. فمن بدله بعدما سمعه فإنما إثمه على الذين يبدلونه إن الله سميع عليم. فمن خاف من موص جنفا أو إثما فأصلح بينهم فلا إثم عليه إن الله غفور رحيم. നിങ്ങളിൽ ഒരുവന് മരണമടുത്താൽ ധനം ശേഷിപ്പിക്കുന്നുവെങ്കിൽ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ന്യായമായ രീതിയിൽ വസിയത്ത് ചെയ്യുക നിർബന്ധമാക്കിയിരിക്കുന്നു. ഭക്തന്മാർക്ക് ഇതൊരു ബാധ്യതയാകുന്നു. ഇനി വല്ലവരും വസിയത്ത് കേട്ടിട്ട് പിന്നീട് അതിനെ മാറ്റിമറിച്ചവരിൽ മാത്രമാകുന്നു അതിന്റെ കുറ്റം. അള്ളാഹു സർവവും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. വസിയത്ത് ചെയ്തവൻ അറിഞ്ഞോ അറിയാതെയോ അവകാശം നിഷേധിച്ചിട്ടുണ്ടെന്ന് വല്ലവനും ശങ്കിക്കുകയും അവൻ ബന്ധപ്പെട്ട കക്ഷികൾക്കിടയിൽ ഒത്തുതീർപ്പുണ്ടാക്കുകയും ചെയ്താൽ അവനിൽ തെറ്റൊന്നുമില്ല. അള്ളാഹു മാപ്പേകുന്നവനും കരുണാവാരിധിയുമല്ലോ. അഊദുബില്ലാഹി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കരുണാവാരിധിയായ റബ്ബ് നമ്മുടെ ഈ കൂടിയിരുത്തം ഒരു സാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. പരലോകത്ത് നമ്മുടെ കർമ്മങ്ങൾ തൂക്കപ്പെടുമ്പോൾ നന്മയുടെ തട്ടിൽ കനം തൂങ്ങുന്ന അമലായി അള്ളാഹു ഈ ഉദ്യമത്തെ സ്വീകരിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ നമുക്ക് നമ്മള് നേടിയെടുക്കുന്ന വിജ്ഞാനം ജീവിതത്തിൽ പകർത്തി പരലോക വിജയം കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഇതില് ഈ ഒരു കഴിഞ്ഞ ആയത്തിൽ നമ്മളൊരു നിയമമാണ് പറഞ്ഞത്. കുത്തിബ അലൈക്കും എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ആയത്തില് നിങ്ങൾ കൊലക്കുറ്റത്തിന്റെ എന്താണ് ഇതിന്റെ വിധി. അയ്യുല്ലദീനാമനു കുത്തിബ അലൈക്കുമുൽ ഖിസാസ്, പ്രതിക്രിയാ നിയമത്തെ കുറിച്ചാ പറഞ്ഞത്. അതായത് ഒരു ജീവന് പകരം ഒരാളുടെ ജീവൻ എടുത്താൽ ആ പ്രതിയെ നമ്മൾ തിരിച്ച് പ്രതിക്രിയ ചെയ്തണം, അയാൾ കൊല്ലപ്പെടണം. അത് അയാൾക്ക് പകരം അയാൾ തന്നെ കൊല്ലപ്പെടണം. പണ്ട് ഗോത്ര സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഒരു രീതിക്കനുസരിച്ച് ഒരു ഗോത്രത്തിലെ ഒരു ഉന്നത സ്ഥാനനായ ഒരാളാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ, ഒരു അടിമയുടെ കയ്യാലാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ ആ അടിമയെ അവർ വധിക്കുകയും, നേരെ തിരിച്ച് ഒരു ഉന്നത സ്ഥാനത്തുള്ള ഒരാളാണ് ഒരു അടിമയെ കൊന്നതെങ്കിൽ ആ അടിമയുടെ കൊലയെ ആരും അതൊരു അവഗണിച്ചുകൊണ്ട് അവഗണിക്കുകയും അടിമയല്ലേ മരിച്ചത് എന്നുള്ള രീതിയിൽ അതൊരു വിഷയമാക്കാതെ ഈ കൊന്ന വ്യക്തി ഒരു ഉന്നത ലീഡർ ആണെങ്കിൽ അയാളെ യാതൊരു പ്രതിക്രിയ ചെയ്യാതെ ജീവിക്കാൻ വിടുന്ന, അങ്ങനെ പലതരത്തിലും. ഒരു സ്ത്രീയാണ് മരിച്ചതെങ്കിൽ അപ്പുറത്തുള്ള ഒരു സ്ത്രീ കൊന്ന ആളെ കൊല്ലാതെ അതിന് പകരം വേറൊരാളെ കൊല്ലുക. അല്ലെങ്കിൽ ഇവിടെ ഒരു പുരുഷനാണ് മരിച്ചെങ്കിൽ അത് കൊന്നത് സ്ത്രീയാണെങ്കിൽ ഒരു സ്ത്രീയെ കൊന്നാൽ അവർക്ക് സമാധാനം അമർഷം തീരില്ല. മറിച്ച് അവർ അമർഷം തീരുന്നത് വരെ ഒരു കുറെ ആളുകളെ കൊല്ലുന്ന അവസ്ഥ, ഇങ്ങനെയൊക്കെയാണ് അവർക്കിടയിൽ ഉണ്ടായത്. അപ്പൊ അതിനെയൊക്കെ തിരുത്തിയിട്ട് അള്ളാഹ് ഇവിടെ പ്രത്യേകം പറഞ്ഞു, കൊന്നവൻ കൊന്നത് ആരാണോ അവനെ തന്നെയാണ് കൊല്ലേണ്ടത്, അതാണ് നീതി എന്ന് പറഞ്ഞിട്ട് ഇവിടെ നമ്മൾ ആയത്തിൽ പഠിച്ചു. എന്നിട്ട് അവസാന ആയത്തിൽ ലാസ്റ്റ് പറയുന്നത്, ഇതിൽ നിങ്ങൾക്ക് ഖിസാസിൽ എന്തുണ്ട്? പ്രതിക്രിയാ നിയമത്തിൽ ജീവനുണ്ട്. ഹയാത്തുൽ അൽബാദ്, നിങ്ങൾക്ക് ജീവനുണ്ട്, ജീവിതമാണുള്ളതെന്നാ പറഞ്ഞത്. ജീവിതം, ഇവിടെ ഹയാത്ത് ജീവിതം എന്ന് പറയാൻ കാരണം എന്തായിരുന്നു? അതായത് ഈ പ്രതിക്രിയ നടപ്പാക്കുന്നതിലൂടെ ഒരുപാട് നിരപരാധികൾ അവിടെ രക്ഷപ്പെടുന്നു. അതായത് ഈ ഒരു പ്രതി സമൂഹത്തില് ഉലാത്തി നടക്കുന്ന സമയത്ത് അദ്ദേഹം മറ്റൊരുപാട് നിരപരാധികളെ കൊല്ലാൻ ഇനിയും സാധ്യതയുണ്ട് ഉള്ളത് കൊണ്ട് ഒരുപാട് ജീവിതമാണ് നിങ്ങൾക്കുള്ളത് മറ്റുള്ളവർക്ക് എന്നുള്ള തരത്തിലാണ് നമ്മൾ അതിനെ ആ ഒരു നിയമത്തെ അവസാനിപ്പിച്ചത്. ഇനി ഇന്നത്തെ ആയത്തിലും കുത്തിബ അലൈക്കും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് തുടങ്ങുന്നത്. വേറൊരു നിയമമാണ് പറയുന്നത്.
കുത്തിബ അലൈക്കും നിങ്ങൾക്ക് നിർബന്ധമാക്കിയിരിക്കുന്നു, കുത്തിബ എഴുതപ്പെട്ടിരിക്കുന്നു, നിർബന്ധമാക്കിയത് അലൈക്കും നിങ്ങളുടെ മേൽ എന്ത് ഇതാ ഹദറ, ഇതാ എന്ന് പറഞ്ഞ വെൻ ഹദറ ഹാജരായി, ഹാജരായി ഹാദിർ എന്നൊക്കെ പറയാറില്ലേ, ഹദറ ഹാജരായി, അഹദക്കും അഹദ് എന്ന് പറഞ്ഞ ഒന്ന്, കും നിങ്ങളിൽ, അപ്പൊ നിങ്ങളിൽ ഒരാൾ എന്ത് അയാൾക്ക് ഹാജരായാൽ, എന്ത് ഹാജരായാൽ അൽ മൗത്ത് മരണം, അപ്പൊ അതായത് നിങ്ങളിൽ ഒരാള് മരിക്കാൻ കിടക്കുന്ന അവസ്ഥയിൽ അങ്ങനെ ഒരു അവസ്ഥയെ ഹാജരായാൽ ഇൻ തറക്ക, എന്നിട്ട് അയാൾ എന്ത് വേണം, ഇഫ് എങ്കിൽ, തറക്ക ഉപേക്ഷിച്ചു, അയാൾ ഉപേക്ഷിക്കാണ്, ഹൈറൻ, ഇവിടെ ഹൈർ എന്ന് ഉദ്ദേശിക്കുന്നത് സമ്പത്തിനെയാണ് കേട്ടോ ഈ ഒരു ആയത്തില്, ഹൈർ. അപ്പൊ ഒരാൾക്ക് മരണം ആസന്നമായി കിടക്കുകയാണ്, അയാൾ കുറച്ച് പൈസ സമ്പത്ത് അവിടെ ബാക്കിയാക്കുന്നുണ്ട്, തറക്ക ഉപേക്ഷിച്ചു പോകുന്ന ഒരവസ്ഥയാണ്. അപ്പൊ ആ അവസ്ഥയിൽ അൽ വസീയത്ത് എന്താണ്, കുത്തിബാലേക്കും നിങ്ങളിൽ വസീയത്ത് എഴുതപ്പെട്ടിരിക്കുന്നു. അൽ വസീയത്ത് എന്ന് പറഞ്ഞാൽ വസീയത്ത് തന്നെ, വസീയത്ത് ചെയ്യുക എന്ന് തന്നെയാണ് വസീയത്ത് എന്ന് അറബി പറയുന്നത്. അപ്പൊ അതായത് കുത്തിബ അലൈക്കും നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു, ഇതാ ഹദറ എന്ത് ഹാജരായാൽ അല്ലെങ്കിൽ ആസന്നമായാൽ, അഹദക്കും നിങ്ങളിൽ ഒരാൾക്ക് മൗത്ത് മരണം, ഇൻ തറക്ക അയാൾ എന്താണ് ഹൈറ് സമ്പത്ത് ബാക്കിയാക്കുകയും ചെയ്താൽ അൽ വസീയത്ത് ചെയ്യൽ നിർബന്ധമാകുന്നു. ആർക്കാണ് വസീയത്ത് ചെയ്യേണ്ടത്, ലിൽ വാലിദൈൻ, ടു ലി എന്ന് പറഞ്ഞ ടു, അൽ വാലിദൈൻ എന്ന് പറഞ്ഞ പാരന്റ്സിനാണ് പറയാ, മാതാപിതാക്കൾക്ക്, ആൻഡ് അൽ അഖറബീൻ അടുത്ത ആൾക്കാർക്ക്, അഖറബായിട്ടുള്ള ആളുകൾക്ക്, അഖറബീൻ എന്ന് പറഞ്ഞ ബന്ധുക്കൾ, ബിൽ മാറൂഫ് മാറൂഫ് ആയിക്കൊണ്ടാണ് ചെയ്യേണ്ടത്, അല്ലാതെ തോന്നിയ പോലെ അങ്ങ് വാരി ചെയ്യലല്ല വസിയത്ത്. അത് ന്യായമായ രീതിയിൽ, എല്ലാത്തിനും ഒരു ന്യായം അന്യായം ഉണ്ടാവില്ല. നമ്മൾ തന്നെ പറയാറുണ്ട് ചില കാര്യങ്ങൾ അതൊരു അന്യായമാണ് ചെയ്യണത്, അത്രയൊന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല, അത് അയാൾക്ക് അതിന്റെ ആവശ്യം, അങ്ങനെയൊക്കെയുള്ള ഒരു ന്യായം എല്ലാ കാര്യത്തിലും നമുക്കത് ആ ഒരു സാഹചര്യം അല്ലെങ്കിൽ കൾച്ചർ ആ ഒരു സിറ്റുവേഷൻ ഒക്കെ വെച്ചിട്ട് ഒക്കെ നമുക്ക് അങ്ങനെ ന്യായം അന്യായമാണോ എന്ന് ആ ഒരു രാജ്യത്തിന്റെ ആ ഒരു നിൽക്കുന്ന ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു ഇതുണ്ടാവും, അതൊക്കെ നോക്കിയിട്ട് ന്യായമാണോ അന്യായമാണോ ഒക്കെ തീരുമാനിക്കും. അപ്പൊ ബിൽ മാറൂഫ് ആ ന്യായമായ രീതിയിൽ കുടുംബക്കാർക്കും വാലിദൈൻ മാതാപിതാക്കൾക്കും വസിയത്ത് ചെയ്തൽ കുത്തിബാലയ്ക്കും നിങ്ങളുടെ മേൽ നിർബന്ധമാക്കിയിരിക്കുന്നു. അപ്പൊ ഹഖൻ അലൽ മുത്തഖീൻ, ഇത് ഹക്കാണ്, എന്താണ് ബാധ്യതയാണ്, ഇതൊരു ഹക്കാണ്, അലൽ മുത്തഖീൻ അല ഓൺ ആരുടെ മേൽ, അൽ മുത്തഖീൻ മുത്തഖീനായ സൂക്ഷ്മതയുള്ള ആളുകളുടെ മേലിൽ ഇതൊരു നിർബന്ധ ബാധ്യതയാണ്. എന്ത് വസിയത്ത് ചെയ്യൽ, അതായത് ഒരാൾ മരിക്കാൻ കിടക്കുന്ന സമയത്ത് അയാൾ കുറെ സ്വത്തും ഉണ്ട്, ആ സ്വത്ത് ബാക്കിയാക്കിയിട്ടാണ് അയാൾ മരിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ മാതാപിതാക്കൾക്കും അടുത്ത ബന്ധുക്കൾക്കും വസീയത്ത് ചെയ്യൽ നിർബന്ധമാകുന്നു എന്നാണ് ഈ ആയത്തിന്റെ അർത്ഥം. വിശദീകരണത്തിൽ പറയാം എന്താണത്, ഇപ്പോഴും നിലവിലുണ്ടോ എന്നൊക്കെ ഉള്ളത്. ഫമൻ ബദ്ദലഹു, എന്നിട്ട് ഈ രണ്ടായത്തും കൂടി പറഞ്ഞിട്ട് വിശദീകരണത്തിലേക്ക് കടക്കാം. ഫമൻ ബദ്ദലഹു, ഫ അപ്പോൾ, മൻ ആരെങ്കിലും, ബദ്ദല എന്ന് പറഞ്ഞാല് ബദൽ എന്നൊക്കെ പറയില്ലേ, ബദൽ എന്ന് പറഞ്ഞാൽ എന്താ, ബദൽ എന്ന് പറഞ്ഞാൽ എന്താ, മാറെ റീപ്ലേസ് ചെയ്യാന്നുള്ളതല്ലേ നമ്മൾ പറയാ, ബദല, അതിന് ബദൽ ഇത് എടുത്തോന്നൊക്കെ പറയാറില്ലേ, അത് തന്നെയാണ് ഈ ബദല. അപ്പൊ ബദ്ദല എന്ന് പറഞ്ഞാൽ മാറ്റിമറിച്ചു, റീപ്ലേസ് ചെയ്തു. അപ്പൊ ബദ്ദലഹു അതിനെ, ഹു എന്ന് പറഞ്ഞാൽ അതിനെ ഇവിടെ വസിയത്തിനെ. അപ്പോൾ മൻ ആരെങ്കിലും, ബദ്ദല മാറ്റിമറിച്ചു, ഹു അതിനെ മീൻസ് വസിയത്തിനെ, അതായത് ഇതിനായത്തിന്റെ മൊത്തം അർത്ഥം പറയുകയാണെങ്കിൽ, ഇനി വല്ലവരും വസിയത്ത് കേട്ടിട്ട് പിന്നീട് അതിനെ മാറ്റിമറിച്ചവരിൽ മാത്രമാകുന്നു അതിന്റെ കുറ്റം. അല്ലാഹു സർവവും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. അതായത് വാക്കർത്ഥം പറയുകയാണെങ്കിൽ ഫമൻ ബദ്ദലഹു ആരെങ്കിലും അതിനെ മാറ്റിമറിച്ചാൽ, ബഅദ ശേഷം, മാ എന്താണോ, സമിഅ അവൻ കേട്ടു, ഹു അത്, അതായത് ബഅദ മാ സമിഅഹു അവൻ അത് കേട്ട ശേഷം ആരെങ്കിലും അതിനെ ബദ്ദല മാറ്റിമറിച്ചാൽ, അതായത് വസിയത്ത് കേട്ടു, അപ്പൊ ആ മരിക്കുന്ന വ്യക്തി മരിക്കുന്ന സമയത്ത് ഒരു വസിയത്ത് പറഞ്ഞു, അപ്പൊ അവിടെ ഇരിക്കുന്ന ആ ഒരു രോഗിയുടെ ആരെങ്കിലും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ആരെങ്കിലും അത് കേട്ടു പറഞ്ഞത്, പക്ഷേ ആ കേട്ട വ്യക്തി അയാൾ മാത്രമായിരുന്നു. അപ്പൊ മറ്റാൾ മരിച്ചു പോയപ്പോ ഇയാളെടുത്താണ് എന്തുള്ള, അപ്പൊ വസിയത്ത് പറഞ്ഞ വാക്കുകൾ ഇയാളെ ഹൃദയത്തിലാണ് ഉള്ളത്, അയാളാണ് കേട്ടത്. പിന്നീട് ആ മനുഷ്യൻ അത് മാറ്റിമറിക്കുകയാണെങ്കിൽ അയാൾക്ക് തോന്നിയ പോലെ മാറ്റി, കാരണം മറ്റാൾ മരിച്ചല്ലോ, ഇനി അത് ഇയാൾ മാത്രം കേട്ടത്, അപ്പൊ എന്ത് പറഞ്ഞാലും ആളുകൾ വിശ്വസിക്കും. അപ്പൊ അങ്ങനെ ആരെങ്കിലും മാറ്റിമറിച്ചാൽ, അപ്പോൾ, തീർച്ചയായും, ഇസ്മുഹു അതിന്റെ കുറ്റം,
അതായത് ഇസ്മ് പാപം, ഹു അതിന്റെ, ഏതിന്റെ, മാറ്റിമറിച്ചതിന്റെ കുറ്റമാണ് പറയുന്നത് ട്ടോ. ഇസ്മു ഹു അതിന്റെ കുറ്റം, അലല്ലദീന യുബദ്ദിലൂനഹു അല ഓൺ, അല്ലദീന ഒരു കൂട്ടർ, യുബദ്ദിലൂന ബദ്ദൽ, ഒരു മിനിറ്റ് ആരോ അങ്ങോട്ട്, യുബദ്ദിലൂന എന്ന് പറഞ്ഞാല് മാറ്റിമറിച്ചു. ബദ്ദലയുടെ വാക്ക് തന്നെയാണ് ആ ബദ്ദല യുബദ്ദിലു. നിങ്ങൾ നോക്കുമ്പോ ഒന്നില്ലെങ്കിൽ സ്ലൈഡിലേക്ക് നോക്കുക, അല്ലെങ്കിൽ ബുക്കിലേക്ക് നോക്കി കഴിഞ്ഞാലാണ് പറയുന്ന കാര്യങ്ങൾ ശരിക്ക് വാക്കർത്ഥം കിട്ടുള്ളൂ കേട്ടോ. അപ്പോ ബദ്ദല യുബദ്ദിലു എന്നാണ് വാക്ക് ഇവിടെ. ബദ്ദല മാറ്റിമറിച്ചു, യുബദ്ദിലൂന അവർ മാറ്റിമറിക്കുന്നു, യുബദ്ദിലൂന ഹു അതിനെ മാറ്റിമറിച്ച അല്ലദീന കൂട്ടർ. അപ്പോ ഈ മാറ്റിമറിച്ചിട്ട് എന്താണ് പറയുന്നതെന്ന് വെച്ചാല്, കേട്ട വ്യക്തി ഉണ്ടല്ലോ, ആ വ്യക്തി അത് ഇപ്പൊ ഒരാൾക്കൊരു വയ്യാത്തൊരു കുട്ടി ഉണ്ടായിരുന്നു, ഹാൻഡിക്കേപ്ഡ് ആയിട്ടുള്ള ഒരു കുട്ടി, അല്ലെങ്കിൽ അയാളുടെ സന്തതിയല്ല, മേ ബി അയാളുടെ ഒരു കുടുംബത്തില് ഒരു യതീമായ ഒരു വയ്യാത്തൊരു കുട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ഇയാൾ മരിച്ചപ്പോ അയാൾ വിചാരിച്ചു എന്റെ കുടുംബത്തിലുള്ള ആ കുട്ടിക്ക് കുറച്ച് പൈസ വസിയത്ത് ചെയ്യണം. അപ്പൊ അങ്ങനെ വസിയത്ത് ചെയ്തു, ഒരാളോട് പറഞ്ഞു. പിന്നീട് ഇയാൾ മരിച്ചു കഴിഞ്ഞപ്പോ അയാൾ എന്ത് ചെയ്തു, അയാൾ മാറ്റിയിട്ട് പറഞ്ഞു ആ ഒരു കുട്ടിക്ക് അങ്ങനെ ഒരു വസിയത്ത് പറഞ്ഞതായിട്ട് ഇയാൾ മറച്ചു വെച്ചു, അല്ലെങ്കിൽ പറഞ്ഞ എമൗണ്ട് മാറ്റി. അപ്പൊ അങ്ങനെ അയാൾ മാറ്റുന്ന പക്ഷം ആരെടുത്താണ് തെറ്റ് എന്നാണ് ഈ ആയത്തിൽ പറയുന്നത്. അത് തെറ്റ് വസിയത്ത് ചെയ്ത ആളെടുത്തല്ല, വസിയത്ത് ചെയ്ത ആള് ചെയ്ത് മരിച്ചു പോയ ആള് ചെയ്യേണ്ട ബാധ്യത അയാൾ പൂർത്തീകരിച്ചു. ഇവിടെ പറഞ്ഞില്ലേ മുന്നത്തെ ആയത്തിൽ കുത്തിബ അലൈക്കും നിങ്ങൾക്ക് നിർബന്ധമാണ് വസിയത്ത് ചെയ്യലെന്ന് പറഞ്ഞതിൽ അയാളുടെ ബാധ്യത വസിയത്ത് ചെയ്തു. അങ്ങനെ ഒരു കുട്ടി കുടുംബത്തില് ആവശ്യക്കാരനായിട്ട് ഉണ്ടായി, അയാൾ മരിച്ചു പോകുമ്പോൾ അയാളെ സ്വത്തുനിന്ന് കുറച്ചൊരു അയാൾക്ക് വസിയത്ത് ചെയ്തുള്ള ആ ഒരു നന്മ അയാൾ ചെയ്തു. പക്ഷെ ഇത് മാറ്റിമറിച്ചത് കാരണം ആ കുട്ടിക്ക് ആ സ്വത്ത് കിട്ടാതെ പോയാൽ, ആ വസീയത്ത് കേട്ട വ്യക്തി മാറ്റിമറിച്ചതിന്റെ പേരിലാണ് അവിടെ ആ കുട്ടിക്ക് അവിടെ സ്വത്ത് കിട്ടാതായി പോയതെങ്കിൽ അതിന്റെ കുറ്റം മാറ്റിമറിച്ച വ്യക്തിക്കാണ് എന്നാണ് ഇതിൽ പറയുന്നത്. അലല്ലദീന യുബദ്ദിലൂനഹു അതിനെ മാറ്റിമറിച്ചവർക്കാണ് ഇസ്മുഹു അതിന്റെ പാപം. ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു സെമീആണെന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവനാണ്, അലീമാണ് അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. അപ്പൊ അള്ളാഹ് പറയാണ്, നിങ്ങൾ ഈ ഹൃദയത്തിൽ വെച്ചിട്ട് അത് മാറ്റിമറിക്കുന്നുണ്ടല്ലോ, അത് എത്ര നിങ്ങൾ മാറ്റിമറിച്ചാലും അത് അള്ളാഹ് കേട്ടിട്ടുണ്ട്, അള്ളാഹ് അറിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ ആയത്തും കൂടി കഴിഞ്ഞിട്ട് പറയാം വിശദീകരണം. എന്നിട്ട് അതിന്റെ തന്നെ ബാക്കിയാണ്, ഫമൻ ഖാഫ മിൻ മൂസിൻ ജനഫൻ ഔ ഇസ്മൻ ഫഅസ്ലഹ ബൈനഹും ഫലാ ഇസ്മ അലൈഹി ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. വസിയത്ത് ചെയ്തവൻ അറിഞ്ഞോ അറിയാതെയോ അവകാശം നിഷേധിച്ചിട്ടുണ്ടെന്ന് വല്ലവനും ശങ്കിക്കുകയും അവൻ ബന്ധപ്പെട്ട കക്ഷികൾക്കിടയിൽ ഒത്തുതീർപ്പുണ്ടാക്കുകയും ചെയ്താൽ അവനിൽ തെറ്റൊന്നുമില്ല. അള്ളാഹു മാപ്പേകുന്നവനും കരുണാവാരിധിയുമല്ലോ. അതായത് ഇതിന്റെ വാക്കർത്ഥം പറയാം. അതായത് ജസ്റ്റ് ഒന്ന് പറയാം എന്താ ഉദ്ദേശിച്ചതെന്നുള്ളത്. കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞ എന്താണ്, ഈ കേട്ട വ്യക്തി അയാൾക്ക് അനുസരിച്ച് അയാൾ മാറ്റി, എന്നിട്ട് ആ ഒരു പറഞ്ഞ വ്യക്തിക്ക്, ആ കുട്ടിക്ക് അവിടെ യതീമായ കുട്ടിക്ക് അവിടെ സമ്പത്ത് കിട്ടിയില്ല. ഇനി ഈ കേട്ട വ്യക്തിക്ക് തോന്നി, ഇയാൾ മരിച്ചു പോയല്ലോ, സമ്പത്ത് വസിയത്ത് ചെയ്തു, ആ ഒരു വസിയത്ത് ചെയ്യപ്പെട്ട ഒന്നോ രണ്ടോ ആളുകൾ കേട്ടു എന്ന് വിചാരിക്കും. പക്ഷെ ഈ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഈ വസിയത്ത് കേട്ട ആളുകൾക്ക് തോന്നാണ്, ഈ മരിച്ച ആള് ചെയ്ത വസിയത്ത് അത് അനീതിയായി പോയിട്ടുണ്ട്, ശരിയായിട്ടില്ല, കുറച്ച് അനീതി അവിടെ സംഭവിച്ചിട്ടുണ്ട്. മേ ബി ഒരു നമ്മളെ അയാളുടെ കുടുംബത്തിൽ തന്നെ പേരക്കുട്ടികളിൽ ഒരാൾക്ക് നല്ല സ്വത്തുണ്ട്, എന്നിട്ട് ആ കുട്ടിക്ക് ഒരുപാട് പൈസ വസിയത്ത് ചെയ്യുകയും എന്നാൽ തീരെ സ്വത്തില്ലാത്തൊരു കുടുംബത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് കുറഞ്ഞ പൈസ, അയാളുടെ എന്തോ കുടുംബത്തിന്റെ വൈരാഗ്യം കൊണ്ടോ എന്തോ കാരണം കൊണ്ട് കുറഞ്ഞ പൈസ കൊടുക്കുകയും വളരെ അയാൾക്ക് ഒന്നിനും കഴിയാത്ത ഒരു ചെറിയൊരു പേരിൽ ഒരു പൈസ കൊടുത്തു, ജസ്റ്റ് വസിയത്ത് ചെയ്യാന്നുള്ള കടമ പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തീരെ ദരിദ്രനായ കുട്ടിക്ക് ഒരു പേരിനൊരു സംഖ്യയും പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ കേട്ട വ്യക്തികൾക്ക് എന്ത് മനസ്സിലാവും, അയാൾ മരിച്ചുപോയി, എന്തോ അത് ശരിയായ ഒരു വസിയത്ത് ആയിട്ടില്ല, അത് ശരിക്കും മറ്റേ കുട്ടിക്കാണ് കൂടുതൽ ആവശ്യം, അത് അറിഞ്ഞുകൊണ്ട് തന്നെ അയാൾ എന്തോ അങ്ങനെ ചെയ്തു പോയി, അങ്ങനെ അവർക്ക് തോന്നുന്ന പക്ഷം, അങ്ങനെ അറിയാതെ അവകാശം നിശ്ചയിച്ചിട്ട് അവന് ശങ്കിക്കുകയും അങ്ങനെ ശങ്കിക്കുന്ന പക്ഷം എന്താണ്, അതിലൊരു ഒത്തുതീർപ്പുണ്ടാക്കിയിട്ട് അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നതിൽ കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? നേരത്തെ മാറ്റലും ഇവിടുത്തെ മാറ്റുന്ന വ്യത്യാസമുണ്ട്. ആദ്യം മാറ്റിയത് എന്താണ്, കേട്ട വ്യക്തി അയാള് മാറ്റി പറഞ്ഞതാണ്.
ശരിക്കും വസിയത്ത് നീതിയോട് കൂടി ചെയ്ത വസിയത്ത് കേട്ട വ്യക്തി മാറ്റിമറിച്ചു, അയാൾക്കാണ് അതിന്റെ കുറ്റം. എന്നാ ഇവിടെ എന്താണ്, വസിയത്ത് ചെയ്ത വ്യക്തി അയാൾ പറയുമ്പോൾ തന്നെ അതിലൊരു അനീതി വന്നു വസിയത്ത് ചെയ്യുമ്പോ. അങ്ങനെ പിന്നീട് അവരുടെ കേട്ട വ്യക്തികൾക്ക് എന്താവാം, ഒരു ഒത്തുതീർപ്പാക്കിയിട്ട് ഇയാൾ സ്വന്തം അങ്ങ് മാറ്റലല്ല കേട്ടോ, അത് വിശദീകരണത്തിൽ പറയാം അതെങ്ങനെ മാറ്റണം എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചെറിയ ഒത്തുതീർപ്പിൽ നീതിപരമായിട്ട് അവകാശം ഹനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്ന ആളുകൾക്ക് നീതിപരമായിട്ട് അത് കൊടുക്കുന്നതിൽ വിരോധമില്ല എന്നാണ് അള്ളാഹു പറയുന്നത് ഇവിടെ. അതായത് അള്ളാഹു ഗഫൂറിൻ അള്ളാഹു. ആയത്തിന്റെ അർത്ഥം പറയാം. ഫമൻ വാക്കർത്ഥം, ഫ അപ്പോൾ, മൻ ആരെങ്കിലും, ഖാഫ ഭയപ്പെട്ടു, മിൻ ഫ്രം മൂസ് എന്ന് പറഞ്ഞാൽ വസിയത്ത് ചെയ്യുന്ന വ്യക്തിക്കാണ് മൂസിൻ എന്ന് പറയുന്നത്. മൂസിൻ വസിയത്ത് ചെയ്യുന്ന വ്യക്തി, മൂസ് വളരെ എളുപ്പാൻ സാധു ആലോചിച്ചാൽ മതി. വസിയത്ത് ചെയ്യുന്ന വ്യക്തിയിൽ നിന്ന് ആരെങ്കിലും ഭയപ്പെട്ടു, എന്ത്, ജനഫൻ എന്ന് പറഞ്ഞ അനീതി ചെയ്തതായി ഭയപ്പെട്ടാൽ, ഔ അല്ലെങ്കിൽ, ഇസ്മൻ അല്ലെങ്കിൽ ഒരു കുറ്റം ചെയ്തതായിട്ട് തോന്നിയാൽ, ഫ അപ്പോൾ, അസ്ലഹ അവൻ സുൽഹുണ്ടാക്കി രഞ്ജിപ്പുണ്ടാക്കി, ബൈനഹും അവർക്കിടയിൽ, ബൈന ഇടയിൽ, ഹും അവർക്ക്, ബൈനഹും അവർക്കിടയിൽ രഞ്ജിപ്പുണ്ടാക്കി ഒത്തുതീർപ്പുണ്ടാക്കുന്നതിൽ, ഫലാ ഇസ്മ അലൈഹി അപ്പോൾ, അപ്പോൾ ലാ ഇല്ല, ഇസ്മ തെറ്റ്, അലൈഹി അവന്റെ മേൽ. അപ്പൊ ഇവിടെ പറഞ്ഞ മനസ്സിലായില്ലേ, ഇതിന്റെ മുന്നത്തെ ആയത്തിൽ പറഞ്ഞ അയാൾക്ക് തെറ്റുണ്ട്, ഇസ്മുഹു വസിയത്ത് മാറ്റിമറിച്ചതിന്റെ തെറ്റ് അയാൾക്ക് തന്നെയാണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ ഇയാള് വസിയത്ത് മാറ്റുന്നുണ്ട്, കുടുംബങ്ങളെ വിളിച്ചിട്ട് അയാൾ ചെയ്ത വസിയത്തിൽ മാറ്റം വരുത്തുന്നുണ്ട്. പക്ഷെ ഇത് ആവശ്യമായ മാറ്റാണ്, അനീതിയെ ഇല്ലാതാക്കാൻ വേണ്ടി, പാപത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ഈ മാറ്റലിൽ അയാൾക്ക് ഫലാ ഇസ്മ അലൈഹി അയാൾക്ക് തെറ്റില്ല എന്നാ പറയുന്നത്. അയാളുടെ മേൽ അങ്ങനെ മാറ്റിയതിൽ തെറ്റില്ല. ഇന്നല്ലാഹ തീർച്ചയായും അള്ളാഹു ഗഫൂറാണ്, പൊറുക്കുന്നവനാണ്, റഹീമാണ്, കരുണാവാരിധിയാണ്, കരുണാമയനാണ്. ഇവിടെ ഈ ആയത്തിന്റെ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്ന് രണ്ട് കാര്യം. കഴിഞ്ഞ കഴിഞ്ഞ ആയത്തുകളിൽ നമ്മൾ പറഞ്ഞത് ഒരു നിയമമാണ് അല്ലെ, അതായത് ജീവന്റെ വിലയെ കുറിച്ചാണ് കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത്. അപ്പൊ ഈ ആയത്തിൽ ജീവന് ശേഷം സ്വത്തിന്റെ നിയമത്തെ കുറിച്ച്, സ്വത്തിനെ കുറിച്ച്. അപ്പൊ ജീവനും സ്വത്തിനും ഒരുപോലെ നല്ല രണ്ടിലും വിലയുള്ളതായിട്ട് ഇസ്ലാമിൽ വളരെയധികം പ്രാധാന്യം കൊടുത്ത രണ്ട് വിഷയമാണ്. അധികം പറയുമ്പോഴും രണ്ടും അടുത്തടുത്ത്, ജീവനും സ്വത്തും അടുത്തടുത്ത് പല സൂറത്തുകളിലും വന്നിട്ടുണ്ട്. അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, ധനം ജീവനും പരസ്പരം ഏറെ ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഖുർആൻ പല സ്ഥലത്തും അത് ഒരുമിച്ച് പരാമർശിച്ചതായിട്ട് കാണാം. ഇവിടെ കുത്തിബ അലൈക്കും എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഇതിന്റെ മുന്നത്തെ സൂക്തവും ഈ സൂക്തവും തുടങ്ങിയിട്ടുള്ളത്. അതായത് എന്താണ് വസിയത്ത് എന്ന് പറഞ്ഞാൽ, എന്താണ് വസിയത്ത് എന്ന് പറഞ്ഞാൽ, ഒരു ഉയർന്ന തലത്തിൽ നിന്ന് നൽകപ്പെടുന്ന ഉപദേശത്തിനും നിർദ്ദേശത്തിനുമാണ് പൊതുവെ വസിയത്ത് എന്ന സാധാരണ പറയുന്നത്. അപ്പൊ ഇവിടെ സാങ്കേതിക ഭാഷയിൽ നമ്മൾ പറയുന്ന വസിയത്ത് എന്താണ്, ഒരാൾ ആസന്ന മരണൻ തന്റെ അവശേഷിക്കുന്ന ധനം എങ്ങനെ വിനിയോഗിക്കണമെന്ന് നിർദ്ദേശിക്കുകയാണ് വസിയത്ത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വസിയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ നമ്മൾ വിചാരിക്കുന്ന എന്താണ്, അയാൾ ഇങ്ങനെ വസിയത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അയാൾ മരിച്ചു പോയിട്ടുണ്ട്, മരിക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കലും. അത് തന്നെയാണ് ഒരാളുടെ വസിയത്ത് എന്ന് പറഞ്ഞാല്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, മരണം അടുത്താൽ സമ്പത്ത് വസിയത്ത് ചെയ്യുക എന്നത് ആദ്യകാലത്ത് ഓരോ മുസ്ലിമിന്റെയും നിർബന്ധ ബാധ്യതയായിരുന്നു. വിശദമായ ദായധന വിതരണ നിയമം നടപ്പിലാക്കാൻ മുസ്ലിം സമൂഹം പാകപ്പെടുന്നതിന് മുമ്പ് അന്ന് നിലവിലുണ്ടായിരുന്ന സമ്പ്രദായത്തിൽ തന്നെ മാതാപിതാക്കളുടെയും അടുത്ത ബന്ധുക്കളുടെയും അവകാശം ഉറപ്പുവരുത്തിക്കൊണ്ട് അവതരിച്ച നിയമമാണിത്. മരണപ്പെടുന്നവർ തങ്ങളുടെ സമ്പത്ത് വസിയത്ത് ചെയ്യുന്ന സമ്പ്രദായം പണ്ടേ ഉണ്ടായിരുന്നു. വസിയത്തിൽ പക്ഷേ മാതാപിതാക്കൾക്കും മക്കൾക്കും സ്ഥാനം ഉണ്ടാകണമെന്ന് നിർബന്ധമുണ്ടായിരുന്നില്ല. സ്വത്തുടമകൾക്ക് മക്കളോടോ മാതാപിതാക്കളോടോ താല്പര്യമില്ല മുഴുവൻ സ്വത്ത് മറ്റൊരാൾക്കും വസിയത്ത് ചെയ്യാം. പരേതൻ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും കയ്യൂക്കുള്ളവർ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കലും അപൂർവമായിരുന്നില്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോഴത്തെ കാലത്ത് വസിയത്ത് ചെയ്യാറില്ല അല്ലെ. കാരണം ഈ ഒരു ആയത്ത് സൂറത്ത് നിസായില് അനന്തരാവകാശ നിയമം അറിയാലോ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സ്വത്ത് ബാക്കിയുണ്ടെങ്കിൽ ഇന്ന രീതിയിൽ പാപ്പാക്കും മക്കൾക്കും ഒക്കെ വിതരണം ചെയ്യണം എന്നുള്ള അള്ളാന്റെ നിയമത്തെയാണ് നമ്മൾ അനന്തരാവകാശ നിയമം എന്ന് പറയാറുണ്ട്. ദായധനം, അനന്തരാവകാശ സ്വത്തിന് ദായധനം എന്ന് പറയാറുണ്ട്. രണ്ട് വാക്കാണ്, വേറെ വാക്കാണ്. ദായധന വിതരണ നിയമം അനന്തരാവകാശ നിയമത്തിന്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു ആയത്ത് ഇറങ്ങുന്നതിന് മുന്നേ അവതരിച്ച ആയത്താണ് ഈ ആയത്ത് ഇപ്പൊ പറഞ്ഞത്. കുത്തിബാലയിക്കുമോ ഇത് പറഞ്ഞിട്ടുള്ള വസിയത്ത് ചെയ്യാനുള്ള ഈ ഒരു ആയത്ത് ഞാനിപ്പോ പറഞ്ഞത്. അപ്പൊ ഈ ആയത്ത് വന്നതിന്, ഈ ആയത്ത് വന്ന സമയത്ത്
മദീനയിലുണ്ടായിരുന്ന, നമുക്കറിയാം അധിക നിയമപരമായിട്ടുള്ള ആയത്തുകൾ ഇറങ്ങിയത് മദീനയിലാണല്ലോ. മക്കയിൽ ഹിജ്റ പോയിട്ടാണ്. മക്കയിലുള്ള ആയത്തുകൾ അധികം പരലോകത്തെയും താക്കീതുകളൊക്കെ ആയിട്ടുള്ളതാണ്, പരലോക വിശ്വാസത്തെ പറയുന്നത്. മദീനയിലാണ് നിയമപരമായിട്ടുള്ള ആയത്തുകൾ അധികം ഇറങ്ങുക. ഇത് മദീനയിൽ ഇറങ്ങുമ്പോ മദീനയിലുണ്ടായ ഓരോ അന്നത്തെ നിലവിലുണ്ടായിരുന്ന നിയമം വെച്ചിട്ട് ആളുകൾ മരിച്ചു പോകുമ്പോ അവര് വസീയത്ത് ചെയ്യുന്നുണ്ടായിരുന്നു. നിയമം ഖുറാനൊന്നും പറയുന്നതിന് മുന്നേ തന്നെ മരിക്കുമ്പോ വസീയത്ത് ചെയ്യാന്നുള്ളത് അവർക്ക് സമ്പ്രദായം ഉണ്ടായിരുന്നു. പക്ഷെ പ്രശ്നം എന്തായിരുന്നു? തോന്നിയ പോലുള്ള വസീയത്ത്. അതില് ചിലപ്പോ അതായത് ഞാനിപ്പോ മരിക്കുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ വെറുതെ പറയണേ, കാരണം ഞാൻ മരിക്കാന്ന് അന്ന് ഖുറാനൊന്നും ഇല്ലാത്ത കാലങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ എനിക്ക് കുറച്ച് സ്വത്തുണ്ട്, ഞാൻ എന്തായാലും മരിക്കുകയാണ്, എനിക്കിപ്പൊ എന്റെ സ്വത്ത് അവിടെ വെറുതെ അങ്ങനെ ആർക്കെങ്കിലും കൊടുക്കുന്നതിന് നമ്മൾ എന്താ, മരിച്ചു പോകുമ്പോ പറയും ഇന്ന ആൾക്ക് ഇന്ന സ്വത്ത് ഇത്ര ഇത്ര കൊടുക്കണേ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം അന്ന് ഉണ്ടായിരുന്നു. പക്ഷെ അതില് ഇന്ന ആളുകൾ വരണം എന്നുള്ള നിയമം എവിടെ ഉണ്ടായിരുന്നില്ല. മരിക്കുന്ന ആൾക്ക് അയാളുടെ സ്വത്ത് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ള എമൗണ്ടിൽ കൊടുക്കായിരുന്നു. അപ്പൊ ഇവിടെ അതില് മാതാപിതാക്കളും കൂടി ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ ഞാൻ മരിച്ചു പോകുമ്പോ എന്റെ മക്കളോട് നമുക്കൊരു വെറുപ്പുണ്ടെങ്കിൽ, മാതാപിതാക്കൾ എന്നോട് നന്നായി പെരുമാറിയിട്ടില്ലെങ്കിൽ, അപ്പൊ അവരെന്ത് ചെയ്യും? തോന്നിയ പോലെയൊക്കെ അവർ കൊടുക്കും. ചിലപ്പോ അങ്ങെങ്ങാനും അകലെയുള്ള അയാൾക്ക് എന്തെങ്കിലും ഉപകാരം ചെയ്ത ഒരാൾക്കായിരിക്കും ചിലപ്പോ ആ സ്വത്ത് മൊത്തം കൊടുക്കുന്നുണ്ടാവും വസിയത്തില്. അപ്പൊ ആ ഒരു സമ്പ്രദായത്തെ ഈ ആയത്തിലൂടെ അള്ളാഹ് ആദ്യം കറക്റ്റ് ചെയ്യാണ്. കാരണം ആദ്യമേ അനന്തരാവകാശ നിയമം ഇറക്കിയിട്ടില്ല, ആയത്തിറക്കാതെ. അതിനു മുന്നേ വസീയത്ത് തന്നെ, നിങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വസീയത്ത് തന്നെ, അതിലൊരു മാറ്റം, അതിലൊരു നീതി വരാനുണ്ട്. അപ്പൊ അതിൽ ഉള്ള ആയത്തിൽ പറയുന്നതാണ്, നിങ്ങൾ അങ്ങനെ വസീയത്ത് ചെയ്യുമ്പോ നിങ്ങൾ ആദ്യം പരിഗണന കൊടുക്കേണ്ടത്, നോക്കി നോക്കൂ, ഇതിൽ ആയത്ത് പറയുന്നത്, ഇദാ ഹളറ അഹദക്കുമുൽ മൗത്ത് ഇൻ തറക ഖൈറൽ വസിയത്തു ലിൽ വാലിദൈനി വൽ അഖ്റബൂൻ. മാതാപിതാക്കൾ എന്തായാലും ഇതിൽ വരണം, പിന്നെ നിങ്ങളെ കുടുംബക്കാരും വരണം. ബിൽ മാറൂഫ്, ന്യായമായ രീതിയിൽ നിങ്ങളെ വസിയത്തില് നിങ്ങളെ മാതാപിതാക്കൾ ഉൾക്കൊള്ളണം. പിന്നെ നിങ്ങളെ അടുത്ത കുടുംബത്തിലുള്ള ആളുകൾ നിങ്ങളെ ആശ്രയിച്ചുകൊണ്ട് അത്രയും കാലം ജീവിച്ചിരുന്ന നിങ്ങളെ മരിച്ചു പോയാൽ ഒന്നും പൈസ അവർക്ക് കൊടുക്കാതെ മൊത്തം പുറത്ത് എവിടെയെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ഇവര് വഴിയാതെ പോവാണ്, നിങ്ങൾ ജീവിച്ചിരുന്ന മാതാപിതാക്കൾ. അപ്പൊ അങ്ങനെ ചെയ്യരുത്, മറിച്ച് ഇവരെ നിർബന്ധമായിട്ടും വസിയത്തിൽ ഉൾക്കൊള്ളിക്കണം എന്ന് പറഞ്ഞിട്ടാണ് ആദ്യത്തെ ആയത്ത് അറിഞ്ഞിരിക്കുന്നത്. പിന്നീട് പിന്നെ കാരണം വെച്ചാൽ ആ സമയത്ത് അങ്ങനെ ഒന്നും പറയാത്തത് കൊണ്ട് തന്നെ ഈ മാതാപിതാക്കളോട് ഒക്കെ വസിയത്ത് പിന്നെ അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നില്ല. അങ്ങനെ വസിയത്ത് മാതാപിതാക്കൾ അപ്പൊ ഇങ്ങനെ നിർബന്ധമാക്കിയപ്പോ അന്നത്തെ കാലത്ത് ഈ മരിച്ച ആള് എന്താ ചെയ്യാന്ന് വെച്ചാൽ, അയാൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വസിയത്ത് ചെയ്തു പോയാൽ ഈ കുടുംബത്തിൽ കുറച്ച് കയ്യൂക്കുള്ളവരുണ്ടാവുമല്ലോ, അവര് ഇയാളെ സ്വത്ത് മൊത്തം കൈയടക്കുന്ന ഒരു അവസ്ഥയിൽ വരെ വന്നിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ കുടുംബക്കാർക്കും മാതാപിതാക്കൾക്കും ഒന്നും കിട്ടാതെ കുടുംബത്തിലുള്ള ഭയങ്കര എന്താ പറയാ, സംസാരിക്കാനൊക്കെ നല്ല കഴിവുള്ള ആളുകൾ കൈയെടുക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീടാണ് സൂറത്തുൻ നിസായില് ഈ ആയത്ത് അവതരിക്കുന്നത്, അനന്തരാവകാശ നിയമത്തിന്റെ. അപ്പൊ അതിൽ വ്യക്തമായിട്ട് സൂറത്തുൻ നിസാ പഠിച്ചാൽ അറിയാൻ പറ്റും, വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഒരാൾ മരിക്കുമ്പോൾ അയാളെ മക്കൾക്ക്, പെൺകുട്ടികളാണെങ്കിൽ ഇത്ര, ആൺകുട്ടികളാണെങ്കിൽ ഇത്ര, മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇത്ര, ഇല്ലെങ്കിൽ മക്കൾക്ക് എത്ര, ഉമ്മാക്ക് ഇത്ര, ഉപ്പാക്ക് ഇത്ര, അങ്ങനെ അങ്ങനെ കറക്റ്റ് ആയിട്ട് പറയുന്ന ഒരു നിയമം സൂറത്തുൻ നിസായിൽ പിന്നീട് അവതരിച്ചു. അപ്പൊ ആ സമയത്ത് ചില പണ്ഡിതന്മാർ പറയുന്ന ഈ ഒരു പിന്നെ വസീയത്തിന്റെ നിയമം പിന്നീട് ദുർബലപ്പെട്ടു എന്ന് ചില പൂർവിക പണ്ഡിതന്മാര് അങ്ങനെ കരുതുന്നുണ്ട്. പക്ഷെ ഇത് അങ്ങനെ ഇപ്പൊ ഈ തഫ്സീറിൽ പറയുന്ന അങ്ങനെ യോജിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ വസീയത്ത് ഇപ്പോ ഈ ഒരു ഖുറാനിലെ ആയത്ത് അള്ളാഹു ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഈ ഖുറാനിൽ പിന്നീട് അങ്ങനെ ഒരു ആയത്ത് കൊടുക്കേണ്ടിയിരുന്നില്ലല്ലോ. ഇതിൽ പറയുന്നത് എന്താന്ന് വെച്ചാല്, അങ്ങനെ പൂർവ്വ പണ്ഡിതന്മാർക്ക് അങ്ങനെ വീക്ഷണം ഉണ്ടായിരുന്നു, അള്ളാഹു എന്താക്കിയാൽ മതി, ദുർബലപ്പെട്ട ഒരു ആയത്ത്, ലോകാവസാനം വരെ ഒരു ആയത്തായിട്ട് ലോകം ജനത മുഴുവൻ പഠിക്കുകയും ഓതുകയും ചെയ്യുന്ന ഒരു ആയത്തായിട്ട് അവിടെ നിർത്തേണ്ട ആവശ്യമില്ല, പ്രസക്തമല്ലാത്തൊരായത്ത്. പക്ഷെ ഇപ്പോഴും വസീയത്ത് നിലവിലുണ്ട്. പക്ഷേ അന്നുണ്ടായിരുന്ന വസീയത്തിൽ നിന്ന് അത് കുറച്ച് പരിമിതപ്പെട്ടു എന്നാണ് ഇവരുടെ അഭിപ്രായത്തിൽ പണ്ഡിതന്മാർ പറയുന്നത്. അത് എല്ലാവർക്കും വസിയത്ത് ആർക്കൊക്കെ എന്നുള്ള വസിയത്ത് ഇപ്പോഴും നിലവിലുണ്ട്. പക്ഷെ ആർക്കൊക്കെ, ഇപ്പൊ ഇവിടെ പറഞ്ഞ എന്താണ്, ലിൽ അഖ്റബീന ലിൽ വാലിദൈനി വൽ അഖ്റബീന എന്ന് പറഞ്ഞ കാറ്റഗറിയില് ചെറിയ മാറ്റം വരുത്തി എന്ന് മാത്രമേ ഉള്ളൂ എന്നാ പറയുന്നത്. അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാല്, അനന്തരാവകാശ നിയമപ്രകാരം അള്ളാഹു തന്നെ ഒരാൾ മരിക്കുമ്പോ അയാളുടെ സ്വത്ത് ഇന്ന ആൾക്കാർക്ക് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉപ്പാക്ക് ഇത്ര, 1/6, അങ്ങനെ അങ്ങനെ ഓരോന്നുണ്ട്, 2/3, ഹാഫ്, 2, അല്ലെ, അങ്ങനെ ആവുമ്പോ അങ്ങനെയുള്ള ആ നിയമത്തിന് അങ്ങനെ നിയമം നിലനിൽക്കെ
ശരിക്കും അനന്തരാവകാശ അവകാശികൾക്ക്, ഇപ്പൊ ഒരാൾ മരിച്ചു പോകുമ്പോൾ അയാളെ മക്കൾക്കും മാതാപിതാക്കളാണ് അനന്തരാവകാശികൾ എന്ന് പറയുന്നത്. ഡയറക്റ്റ് മക്കള് മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോ അവരാണ് ഡയറക്റ്റ് അനന്തരാവകാശികൾ പറ. അവര് ജീവിച്ചിരിക്കെ മറ്റുള്ളവർക്ക് പോവില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. അതിൽ കുറച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് ഈ നിയമങ്ങൾ. അപ്പൊ മക്കളും ആൺകുട്ടിയും ഒക്കെ ഉണ്ട ഒരാൾക്ക് അയാളുടെ സ്വത്ത് ഒരിക്കലും പുറത്തു പോവില്ല, ആൺമക്കളുള്ള. അപ്പൊ അങ്ങനെ ഉണ്ടാവുമ്പോ അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാന്റെ നിയമപ്രകാരം സ്വത്ത് കിട്ടും. പക്ഷെ വസീയത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും അനന്തരാവകാശമായിട്ട് അവകാശം കിട്ടുന്ന ഒരാൾക്ക് വസീയത്ത് ചെയ്യാൻ പാടില്ല. ഒരാൾ മരിക്കുമ്പോ അയാൾക്ക് ഓൾറെഡി മരിച്ചു കഴിഞ്ഞാല് മോന് സ്വത്ത് കിട്ടുമെന്ന് ഉറപ്പാണ്, അള്ളാന്റെ നിയമപ്രകാരം ഉറപ്പാണ്. അപ്പൊ ഈ പിന്നെ വാപ്പാക്ക് തോന്നാണ് അത് പോരാ, മോൻ അത് കിട്ടിയാ പോരാ, ഇപ്പൊ എന്റെ സ്വത്തിന്റെ ഇത്ര എമൗണ്ട് ആണ് മോനെ എന്റെ ആൺകുട്ടിക്ക് കിട്ടുക അല്ലെ പെൺകുട്ടിക്ക് കിട്ടുക എന്ന് അയാൾക്ക് അറിയുന്നു. അപ്പൊ അയാൾക്ക് തോന്നാണ് എന്റെ ഈ മോക്ക് ഇത്ര കിട്ടിയാ പോരാ, കുറച്ചുകൂടി ഞാൻ വസിയത്ത് ചെയ്യട്ടെ എന്നൊരിക്കലും വിചാരിക്കാൻ പറ്റില്ല. അനന്തരാവകാശ അനന്തരാവകാശികൾക്ക് വസിയത്തില്ല. അതായത് അവർക്ക് വസിയത്ത് ചെയ്യാൻ പാടില്ല. പിന്നെ വസിയത്ത് ആർക്കാണ്? അനന്തരാവകാശ നിയമപ്രകാരം സ്വത്ത് കിട്ടാൻ സാധ്യതയില്ലാത്ത കുടുംബത്തിലെ വേറെ വല്ല യത്തീമുകളോ, അല്ലെങ്കിൽ സ്വന്തം മകൻ നിങ്ങൾക്ക് അറിയുണ്ടാവും, മക്കൾ മരിച്ചു കഴിഞ്ഞപ്പോ ഒരാളുടെ ഒരു പ്രായമായ ഉപ്പ മരിക്കാൻ കിടക്കണം. അപ്പൊ അയാൾക്ക് 5 മക്കളുണ്ട്. 5 മക്കളിൽ ഒരാൾ നേരത്തെ മരിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ഇസ്ലാമിലെ അനന്തരാവകാശ നിയമപ്രകാരം അയാളുടെ മക്കൾക്ക് സ്വത്ത് കിട്ടൂല. അയാളുടെ മക്കൾക്ക്, അതായത് അയാളുടെ മകൻ ജീവിച്ചിരിപ്പില്ല, അയാളുടെ മക്കളുണ്ട്, അതായത് ഇയാളുടെ പേരക്കുട്ടികൾ, ഉപ്പ ഇല്ലാത്ത പേരക്കുട്ടികളുണ്ട്. ആ കുട്ടികൾക്ക് എന്താണ് അനന്തരാവകാശ പ്രകാരം സ്വത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ ഉപ്പാക്ക് എന്ത് ചെയ്യാം, വല്യപ്പാക്ക് എന്ത് ചെയ്യാം, പേരക്കുട്ടികൾക്ക് വസിയത്ത് ചെയ്തു വെക്കാം എന്നാ പറയുന്നത്. അപ്പൊ ഈ വസിയത്തിന്റെ നിയമം പൂർണ്ണമായും ദുർബലപ്പെട്ടിട്ടില്ല. ഇപ്പോഴും ആവശ്യമായ സാഹചര്യങ്ങൾ വസിയത്ത് ചെയ്യാം എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. അപ്പോ ഈ അപ്പൊ ഈ ഒരു നിയമം, വസിയത്തിന്റെ നിയമം അവിടെ പിന്നെയും നിലനിൽക്കുന്ന വേറൊരു കാരണം എന്താ വെച്ചാൽ മദീനയില് 10 മിനിറ്റ് കൂടെ ഉള്ളു ഈ ഒരു കേട്ടോ സൂം. അപ്പൊ മദീനയിലെ ഇവര് ഹിജ്റ ചെയ്തു വന്ന മുഹാജിറുകളാണല്ലോ. അപ്പൊ ഇവരുടെ ഈ മുഹാജിറുകള് മരിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം, മരിക്കുന്ന സമയത്ത് പല ആളുകളുടെയും വാപ്പയും ഉമ്മയും ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മക്കൾ ഇസ്ലാമിൽ വന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് കേസുകൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് മരിക്കുന്ന സമയത്ത് വസിയത്ത് എന്ന് പറഞ്ഞ നിയമം ഇല്ലെങ്കിൽ എന്താവും, ഈ നിസായിലെ ആയത്ത് ഇറങ്ങിയതിനു ശേഷം ഇങ്ങനെ ഒരു നിയമം ഇസ്ലാമിലുണ്ട്. അമുസ്ലിമായ ഒരു മകൻ ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും വസിയത്ത് അനന്തരാവകാശ നിയമപ്രകാരം സ്വത്ത് കിട്ടില്ല. മനസ്സിലായില്ലേ? ഒരാൾ മുസ്ലിം അല്ലെങ്കിൽ അമുസ്ലിമായ മാതാവോ മകനോ ഉണ്ടെങ്കിൽ മരിക്കുന്ന ആളെ സ്വത്ത് ഒരിക്കലും അള്ളാന്റെ നിയമപ്രകാരം അമുസ്ലിമിന് പോവില്ല. അമുസ്ലിം അനന്തരാവകാശ നിയമത്തിന് അർഹനല്ല. അത് നമ്മളൊരു കോമൺ പിന്നെ നിയമമാണ് ഇസ്ലാമിലെ. അപ്പൊ ഇവിടെ വസിയത്തുള്ളത് കൊണ്ട് അമുസ്ലിമായ ഒരു പിതാവ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അയാൾ മരിക്കുമ്പോ എന്ത് ചെയ്യണം, ഈ അമുസ്ലിമായ മാതാവിനോ പിതാവിനോ കുറച്ച് വസിയത്ത് ചെയ്തു വെക്കണം. കാരണം ഇസ്ലാം പറയുന്നുണ്ട്, നിങ്ങൾ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാലും മാതാപിതാക്കളോട് നല്ല നിലയിൽ വർത്തിക്കാൻ ഖുറാനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അള്ളാഹ് ഊന്നി പറയുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള സന്ദർഭത്തിൽ നിങ്ങൾ മരിക്കുന്ന സമയത്ത്, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വത്ത് അള്ളാഹിന്റെ നിയമപ്രകാരം പോവില്ല. അതുകൊണ്ട് അപ്പോഴും വസിയത്ത് അവിടെ പ്രസക്തമാണ്. വസിയത്ത് നിങ്ങൾ മാതാപിതാക്കൾക്ക് അമുസ്ലിംകാർക്ക് ചെയ്തു വെച്ചിട്ട് മരിച്ചു പോകണം എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ അവരോട് നല്ല നിലയിൽ വർത്തിക്കണമെങ്കിൽ അവർക്ക് പൈസ ജീവിക്കാൻ കൊടുക്കണമല്ലോ മരിക്കുന്നതിന് മുന്നേ. അപ്പൊ അതൊന്ന് വസിയത്ത് ഇപ്പോഴും പ്രസക്തമാണ് എന്നതിന്റെ ഒരിതായിട്ട് പണ്ഡിതന്മാർ പറയുന്നത്. കാരണം അതുപോലെ തന്നെ വസിയത്ത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് 1/3 മാത്രമാണ് വസിയത്ത് ചെയ്യാൻ അവകാശമുള്ളത്. സഅദ് റളിയല്ലാഹു മരിക്കുന്ന സമയത്ത് നബിയോട് പറഞ്ഞു വസിയത്ത് ചെയ്യാന്ന് പറഞ്ഞപ്പോ നബി അദ്ദേഹത്തിനോട് പറഞ്ഞത് 1/3 വസിയത്തിൽ ചെയ്താൽ മതി, 1/3 തന്നെ ധാരാളമാണ്. അതായത് നബി പറഞ്ഞ മറ്റൊരു ഇതിൽ കാണാം, നിങ്ങളുടെ മരണസമയത്ത് അള്ളാഹു നിങ്ങളുടെ സ്വത്തിന് 1/3 നിങ്ങൾക്ക് തന്നിരിക്കുന്നു, നിങ്ങളുടെ കർമ്മങ്ങളിൽ അധികമായിട്ട്. അതായത് നമുക്ക് എന്ത് നന്മ ആ സമയത്ത് മരിക്കുന്ന സമയത്ത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, എന്റെ സമ്പത്ത് കൊണ്ട് അപ്പൊ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് തന്നിട്ടുള്ള നന്മ ആ 1/3 കൊണ്ട് ചെയ്യാനേ അനുവാദമുള്ളൂ. വേറെ ഒരാൾ മരിക്കുന്ന സമയത്ത് ഇനിയിപ്പോ എല്ലാം എനിക്ക് ദാനായിട്ട് പോട്ടെ, മൊത്തം സ്വത്തും അല്ല പിന്നെ ചാരിറ്റിക്ക് കൊടുക്കുക, അത് ഇസ്ലാമിൽ അത് പുണ്യമല്ല. അപ്പൊ ഈ 1/3 വസിയത്ത് ചെയ്യുന്നത് മാത്രമേ ഇസ്ലാമിൽ പുണ്യമാകൂ എന്നാണ് പറയുന്നത്. പിന്നെ ഈ 2-ാമത്തെ ആയത്തും 3-ാമത്തെ ആയത്തിലും പിന്നെ പറഞ്ഞത്, ഇനി ഒരാള് മരിച്ചു കഴിഞ്ഞാല്, എത്ര മിനിറ്റ് ഉണ്ട്, 8 മിനിറ്റ് ഉണ്ട് അല്ലെ, മരിച്ചു കഴിഞ്ഞാൽ 2-ാമത്തെ ആയത്തിൽ പറഞ്ഞത്
അത് എന്തുകൊണ്ടാണ് ഈ 1/3 പരിമിതപ്പെടുത്താൻ കാരണം എന്ന് വെച്ചാൽ, ഒരാള് മൊത്തം സ്വത്ത് അയാൾക്ക് തോന്നിയ പോലെ വസിയത്ത് ചെയ്ത് മരിച്ചു പോയാല് അനന്തരാവകാശ സ്വത്തായ അനന്തരാവകാശികൾക്ക് ഒന്നും വിടാതെ പോയി കഴിഞ്ഞാൽ ഈ ആള് മരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവരോട് പ്രവാചകൻ പറഞ്ഞു വെച്ചാൽ, നിങ്ങൾ നിങ്ങളുടെ അനന്തരാവകാശികളെ ക്ഷേമമുള്ളവരാക്കി വിട പറയുന്നതാകുന്നു. അവരെ ആളുകളോട് കൈനീട്ടുന്ന അവശരാക്കി വിട പറയുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ളത്. മനസ്സിലായില്ലേ? അതായത് ഇയാൾ മരിച്ചതോടുകൂടി അയാളുടെ കുടുംബം വഴിയാധാരമാകുന്നു. ജനങ്ങളോട് കൈനീട്ടി ജീവിക്കുന്ന ഒരു അവസ്ഥ ഒരിക്കലും ഒരാൾ മരിച്ചു പോകുമ്പോ കുടുംബക്കാരെ ആക്കരുത് എന്നുള്ളത് കൊണ്ടാണ് 1/3 അവിടെ സ്ട്രിക്റ്റ് ആക്കുന്നത്. പിന്നെ അതുപോലെ തന്നെയുള്ളതാണ് വസിയത്ത് ചെയ്യുന്ന സമയത്ത് സ്വന്തം കുടുംബത്തിൽ തന്നെ ആവശ്യക്കാരും യതീമുകളും പാവപ്പെട്ടവരും ഉണ്ടായിരിക്കെ പുറത്തേതോ ഉള്ള ഒരാൾക്ക് വസിയത്ത് ചെയ്യുന്നത് അനാശാസ്യമാണ് എന്നാ പറയുന്നത്. ഇനിയിപ്പോ അയാളിപ്പോ ഒരാൾ അങ്ങനെ ചെയ്താൽ അതില് നമ്മളത് വസിയത്ത് കൊടുക്കണം എന്നുള്ള വേറെ വിഷയം. മനസ്സിലായില്ലേ? അപ്പൊ ഒരാൾ വസിയത്ത് ചെയ്ത് അങ്ങനെ മരിച്ചുപോയി, കുടുംബത്തിൽ കുറെ ആളുകൾ ഉണ്ടായിരിക്കെ അയാൾ പുറത്തൊരാൾക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓക്കെ, ആ വസിയത്ത് പാലിക്കൽ നിർബന്ധമാണ്. പക്ഷെ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് എന്നാണ് പറയുന്നത്. അടുത്തുള്ളവനാണ് അത് പിന്നെ അങ്ങനെയാണ് മദ്ഹബിന്റെ ഇമാമുകളുടെ ഒക്കെ നിലപാട് അങ്ങനെയാണ്. അത് പാലിക്കണം. പക്ഷെ അയാൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുടുംബത്തിലെ പരിഗണിക്കുക എന്നുള്ളത്. പിന്നെ വേറെ വിഷയം, ഇത് ഈ വസിയത്ത് ചെയ്യുന്ന സമയത്ത് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മരിക്കാനായാൽ മാത്രമാണ് വസിയത്ത് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പൊ ഒരാള് നല്ല ആരോഗ്യവാനാണ്, മരിക്കുന്ന ലക്ഷണമൊന്നും ഇല്ല, പ്രത്യേകിച്ചൊന്നും അങ്ങനെ പ്രായമൊന്നുമല്ല. അപ്പൊ അയാൾ ആദ്യമേ അങ്ങ് വസിയത്ത് ചെയ്യാൻ വിചാരിച്ച്, അങ്ങനെ വസിയത്ത് ചെയ്യണം അയാൾക്കുണ്ട്, കുടുംബത്തിലാരോ അങ്ങനെ ആവശ്യക്കാരുണ്ട് തോന്നിയ പെട്ടെന്ന് എങ്ങാനും മരിച്ചാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വസിയത്ത് അയാൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം, അങ്ങനെ നേരത്തെ വെച്ചാല് മരിക്കുന്ന ഉറപ്പായാൽ മാത്രമാണ്, ഏതാണ്ട് ഉറപ്പായാൽ മാത്രം വസിയത്ത് ചെയ്യാനാണ് പറയുന്നത്. അല്ലെങ്കിൽ എന്താന്ന് വെച്ചാല് ഈ വസിയത്ത് ചെയ്തു എന്ന് അറിഞ്ഞ വ്യക്തി ഉണ്ടാവുമല്ലോ. അപ്പൊ നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് വല്ലിപ്പ എനിക്കിങ്ങനെ ഒരു സ്വത്ത്, ഒരു ഏക്കർ സ്ഥലം വസിയത്ത് ചെയ്തു എന്നൊരു പേരക്കുട്ടി അറിയുന്ന പക്ഷം, ഇപ്പൊ ആ പേരക്കുട്ടി കുറച്ച് വലുതായി, ജോലിയൊക്കെ അന്വേഷിക്കാൻ തുടങ്ങി, അയാളൊപ്പം മരിച്ചപ്പോ ഈ വല്ലിപ്പ എന്താണ് ഈ പേരക്കുട്ടിക്ക് വസിയത്ത് ചെയ്ത് വെച്ചിരിക്കുകയാണ്, ഞാൻ മരിച്ചാൽ നീ ഇത് ഈ നിനക്കുള്ളതാണല്ലോ എന്ന് വസിയത്ത് നേരത്തെ ചെയ്തു. പക്ഷെ വല്ലിപ്പ പിന്നെ ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണ് മരിച്ചു എന്ന് വിചാരിക്കുക, മരിച്ചത്. അപ്പൊ ഈ 10 വർഷത്തിന് മുന്നേ തന്നെ വസിയത്ത് ഈ കുട്ടി അറിയുക. അപ്പൊ കുട്ടി എന്താ ആഗ്രഹിക്കുക, ഓ വല്ലിപ്പ ഒന്ന് വേഗം മരിച്ചിട്ട് വേണം എനിക്ക് ആ സ്ഥലം കിട്ടിയിട്ട് വേണം അതൊന്ന് വിറ്റിട്ട് എനിക്ക് എന്താക്കാൻ, ഒരു ജോലി ബിസിനസ് തുടങ്ങാൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വസിയത്ത് നേരത്തെ ചെയ്തു കഴിഞ്ഞാൽ പലപ്പോഴും ഈ വസിയത്ത് ചെയ്യപ്പെട്ട വ്യക്തി മരിക്കാൻ വേണ്ടി മരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന അവസ്ഥ വരെ ഉണ്ടാവാം. ഇത് അനന്തരാവകാശ നിയമത്തിൽ തന്നെ അങ്ങനെ വരുന്നുണ്ട്. ഉപ്പ ജീവിച്ചിരിക്കെ നമുക്ക് ഉപ്പാന്റെ സ്വത്ത് കിട്ടില്ലല്ലോ, മക്കള് തന്നെ ഉപ്പ മരിച്ചു കിട്ടിയാൽ ആ സ്വത്തൊക്കെ ഒന്ന് ഇട്ടിട്ട് വേണം എനിക്ക് എന്റെ ആവശ്യങ്ങളൊക്കെ തീർക്കാൻ എന്ന് ആഗ്രഹിക്കുന്ന മക്കൾ തന്നെ ജീവിച്ചിരിക്കുന്ന കാലത്ത് കുറച്ച് അകന്ന ബന്ധുക്കളാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് വസിയത്ത് ഒരിക്കലും നേരത്തെ ചെയ്തു വെക്കരുത്. പിന്നെ ഇത് അതുപോലെ തന്നെയുള്ള പ്രശ്നമാണ് വസിയത്ത് നേരത്തെ പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ രണ്ടാൾക്ക് ഉപ്പ വസിയത്ത് ചെയ്ത്, വല്ലിപ്പ മരിക്കുമ്പോ രണ്ട് പേരക്കുട്ടികൾക്ക് വസിയത്ത്. അപ്പൊ ഒരു കുട്ടീന്റെ അവസ്ഥ നോക്കി വല്ലിപ്പ എന്താക്കി, കുറച്ചധികം പൈസ വസിയത്ത് ചെയ്ത്, ഒരു സ്ഥലം ഒരു പിന്നെ ഒരു 20 സെന്റ്, മറ്റേ കുട്ടിക്ക് ഒരു 10 സെന്റ് വസിയത്ത് ചെയ്തുള്ളൂ. അപ്പൊ ഈ കുട്ടികൾ തമ്മിൽ അറിയാണെന്ത്, അവനിക്ക് വല്ലിപ്പ 20 സെന്റ് കൊടുത്തിട്ടുണ്ട്, എനിക്ക് 10 സെന്റ് അറിയുള്ളൂ എന്ന് പറയുമ്പോ അവര് തമ്മിൽ ഭയങ്കര ഒരു വിരോധം ഉണ്ടാവാൻ മതി, വല്ലിപ്പായോട് വെറുപ്പുണ്ടാവാൻ അതൊരു കാരണമാവും നേരത്തെ വസിയത്ത് ചെയ്യുമ്പോൾ. മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെയൊക്കെ ഈ നേരത്തെ വസിയത്തുകൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങൾ അതാണ്. മരിക്കാൻ നേരത്ത് മാത്രം ചെയ്യാനുള്ളതാണ് ഈ വസിയത്ത് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത് പറഞ്ഞ ആയത്തിൽ എന്താണ്, ഈ വസിയത്തിന്റെ ആരെങ്കിലും അത് കേട്ട വ്യക്തി മാറ്റിമറിച്ചു എന്ന് വിചാരിക്കുക, ഒരാൾ കേട്ടു, അപ്പൊ അയാൾ മാറ്റിമറിച്ചു കഴിഞ്ഞാല് അപ്പൊ ചിലപ്പോ ശരിക്കും വസിയത്ത് ശരിക്കും എഴുതി വെക്കുന്ന നല്ലതെന്ന് പറയുന്നു. അപ്പൊ ഒരു വ്യക്തി മരിക്കാൻ പോവാണെങ്കിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ ആർക്കൊന്ന് മാറ്റാം. അപ്പൊ ചില സമയത്തൊന്നും എഴുതി വെക്കാൻ ചിലപ്പോ പറ്റണം എന്നില്ലല്ലോ. അപ്പൊ ആ സമയത്ത് ഈ കേൾക്കുന്ന വ്യക്തി പത്രം എഴുതി വെച്ചിട്ടില്ലെങ്കിലും സാക്ഷികളോ കക്ഷികളോ വസിയത്ത് കേട്ടിട്ടുണ്ടെങ്കിൽ അത് വസിയത്തായിട്ട് നമുക്ക് എടുക്കാന്നുള്ളതാണ്, എഴുതി വെക്കണം നിർബന്ധമില്ല. അപ്പൊ അങ്ങനത്തെ സന്ദർഭങ്ങളിലാണ് ഈ പിന്നെ തന്നെ ഇപ്പോ എന്താ പറയാ, ഒരാളോട് തന്നെ പറയാണ് ഞാൻ നിനക്കിത് വസിയത്ത് ചെയ്യുന്നു എന്ന്. ഒരാൾപ്പോ അയാൾ മരിക്കുന്ന സമയത്ത് ചിലപ്പോ ഒരു മോന അല്ലെങ്കിൽ കുറച്ച് കുടുംബത്തിലെ ഏതോ ഒരു ആവശ്യക്കാരൻ അവിടെ വന്നിട്ടുണ്ടാവില്ല. അപ്പൊ അയാൾ മരിക്കുന്ന സമയത്ത് ഇയാളോട് പറയാണ് ഞാൻ ഇന്ന സ്ഥലം നിനക്ക് വസിയത്ത് ചെയ്യാണെന്ന് അയാൾ കേട്ടു എന്ന് വിചാരിക്കുക. അപ്പൊ അയാൾ എന്താവാം, പിന്നെ ഭേദഗതി ചെയ്യാൻ സാധ്യത കൂടുതലാണ് അല്ലെ. എനിക്ക് ഉപ്പ 1 സെന്റാ പറഞ്ഞെങ്കിൽ ചിലപ്പോൾ അയാൾ ചെറിയ എനിക്ക് ഒരു 5 സെന്റ് പറഞ്ഞിട്ടുണ്ട്. കാരണം അയാൾ പറഞ്ഞത് ആളുകൾ വിശ്വസിക്കുമല്ലോ, കാരണം മരിക്കുന്ന സമയത്ത് അയാളാണ് ഉള്ളത് അടുത്ത്.
അപ്പൊ അങ്ങനെയുള്ള ഒരു കേസാ പറയണത്. അങ്ങനെ അയാൾ മാറ്റി മറിച്ചു കഴിഞ്ഞാൽ വളരെ ഗുരുതരമാണ്. അങ്ങനെ മാറ്റുന്നത് അതിന്റെ പാപം അയാൾക്ക് തന്നെയാണ്. അപ്പൊ അത്തരക്കാരുള്ള ആളുകൾ ഗുരുതരമായിട്ട് അള്ളാഹ് താക്കീത് ചെയ്യാണ്. അങ്ങനെ നിങ്ങൾ ചെയ്യുന്ന പക്ഷം, നിങ്ങൾ ഒന്ന് കേട്ടിട്ട് അത് മാറ്റിമറിക്കുന്ന പക്ഷം അതിന്റെ പാപം നിങ്ങൾക്ക് തന്നെയാണ്. ആ പാപമാരും പേറേണ്ടി വരിക എന്ന് പറയാം. അല്ലാതെ വസിയത്ത് കൃത്രിമം നടത്തിയവരായിട്ടാണ് അവരെ പറയുന്നത്. ഇനി ഈ അവസാനത്തെ ആയത്തിൽ പറയുന്നത് പിന്നെ അങ്ങനെ ഒരു വസിയത്ത് ചെയ്യുന്ന വ്യക്തി അനീതി ചെയ്താല്, ഇപ്പൊ ശരിക്കും അർഹതപ്പെട്ട ഒരു കുട്ടിക്ക് വസിയത്ത് ചെയ്യാതെ കുടുംബത്തിൽ തന്നെ മേ ബി അയാളോട് നല്ല നില പെരുമാറിയത് കൊണ്ടായിരിക്കാം ആ കുട്ടിക്ക് അങ്ങനെ കൊടുത്തത്. അപ്പൊ ശരിക്കും അർഹപ്പെടുത്തപ്പെട്ട വേറൊരു മോന്റെ കുട്ടിയായിരുന്നു, അപ്പൊ അത് ചെയ്തില്ല. അപ്പൊ അങ്ങനെ തോന്നുന്ന പക്ഷം ചെറിയ രീതിയിൽ ഒത്തുതീർപ്പോടുകൂടി മാറ്റം വരുത്താം എന്ന് പറയുന്നു. അത് കേട്ട വ്യക്തി അങ്ങ് മാറ്റി പറയലല്ല അതിന്റെ രീതി. മറിച്ച് ബന്ധപ്പെട്ട ആളുകളെ വിളിച്ച് മക്കളെയൊക്കെ എല്ലാരും വിളിച്ചിട്ട് പറഞ്ഞിട്ട് അതിന്റെ കാര്യകാരണം ആ വസിയത്ത് ചെയ്യപ്പെട്ട വ്യക്തികൾ ഉണ്ടാവില്ല, 2 കുട്ടികൾക്ക് ചെയ്ത് അവർ രണ്ടുപേരെയും വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ അവസ്ഥ മനസ്സിലാക്കിയിട്ടാണ് അതിന് ഒത്തുതീർപ്പ് ഉണ്ടാക്കേണ്ടത്. അല്ലാതെ അയാൾ സ്വന്തമായിട്ട് അങ്ങ് മാറ്റിയിട്ട് പറയാന്നുള്ളതല്ല അതിന്റെ രീതി എന്നും പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് ഈ 2-3 ആയത്തില് വസിയത്തിനെ കുറിച്ച് പറയാനുള്ളത്. 182 രണ്ടാമത്തെ ആയത്തല്ലേ. അപ്പൊ അതായത് പിന്നെ ഈ വസിയത്ത് കേട്ട സാക്ഷി അല്ലെങ്കിൽ കക്ഷി സ്വമേധയാ ചെയ്യേണ്ടതല്ല. വസിയത്തിന്റെ ഗുണഭോക്തനായ കക്ഷികളെ പരസ്പര ധാരണയിലും ഒത്തുതീർപ്പിലും എത്തിച്ചുകൊണ്ട് ഉഭയസമ്മതത്തോടെയാണ് വസിയത്തിലെ അപാകതകൾ പരിഹരിക്കേണ്ടത് എന്ന് പറയാം, സുൽഹ് ഉണ്ടാക്കേണ്ടത്. ഇതാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ഇവിടെ നിർത്താം. അള്ളാഹു നമ്മുടെ സംഘം സോലിഹ അമല സ്വീകരിക്കട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സത്തി അമ്മാ യസിഫൂൻ വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق.